What's happening people, this is Kochi and welcome back to another vlog. അപ്പോൾ ഇന്നത്തെ vlog എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് പിന്നെയും ഒരു സുപ്രഭാതത്തിൽ ഒരു BS6 വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസിക് 350 വേരിയൻസ് ആണ്. അതിൽ തന്നെ കുറേ 4 കളേഴ്സിലാണ് അവർ ഇറക്കിയേക്കണത്. ചിലതിന് അലോയ് വീൽ ഉണ്ട്, ചിലതിന് അലോയ് വീൽ ഇല്ല, ചില കളർ വ്യത്യാസം, ക്രോം, അങ്ങനെ കുറേ വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഉള്ള 2 വേരിയൻസ്. രണ്ടും ക്ലാസിക് 350 FI ആണ്. നമുക്ക് ക്ലാസിക് 350ൽ ക്രോം വേരിയൻറ്റും വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ സ്റ്റെൽത്ത് ബ്ലാക്കിൽ അവർ ഒരു റെഡ് കുറേ ലൈൻസും പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ എംബ്ലും കാര്യങ്ങളൊക്കെ റെഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്രോമിൽ നിന്ന് തുടങ്ങാം. ക്രോം എന്ന് പറഞ്ഞ കളർ നിങ്ങൾ 500ലേക്കും കൂടുതലും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അത് ഇനി മുതൽ നമുക്ക് ക്ലാസിക് 350 BS6 വണ്ടികളിൽ അവൈലബിൾ ആയിരുന്നായിരിക്കും. അപ്പോൾ BS6 വണ്ടികളുടെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഇവിടെ ഒരു കാറ്റലറ്റിക് കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പൊല്യൂഷൻ നോംസ് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു യൂണിറ്റ് അവർ ഈ എക്സോസ്റ്റിൻ്റെ അവിടെ കൊടുത്തത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ നമുക്ക് കാർബറേറ്റർ സിസ്റ്റം മാറ്റിയിട്ട് FI സിസ്റ്റമാണ് ആക്കിയിരിക്കണം. നിങ്ങൾക്ക് കാണാം ഇവിടെ അവർ FI സിസ്റ്റം ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. ഇവിടെ EFI 350 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോയാൽ എക്സോസ്റ്റിൻ്റെ ഭാഗത്ത് ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പണ്ട് എക്സോസ്റ്റ് ഗാർഡ് നമുക്ക് ഇവിടം വരെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ അവർ അത് നീട്ടി കൊടുത്തു. കാര്യം കുറേ പേരെ കാലും കാര്യങ്ങളൊക്കെ തട്ടുന്നതുകൊണ്ട് ഒരു ഗാർഡിന് വേണ്ടി എക്സോസ്റ്റ് ഗാർഡ് നമുക്ക് ഇവിടം വരെ ആക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമ്മുടെ സസ്പെൻഷനൊക്കെ നോക്കിയാൽ സെയിം. ബാക്കിൽ ട്വിൻ ഗ്യാസ് ചാർജ് സസ്പെൻഷനും ആണ് അവൈലബിൾ ആക്കിയേക്കണത്. ഇതാണ് പിന്നെ ബാക്കിൽ നിന്നുള്ള ലുക്കിലും വലിയ വ്യത്യാസമൊന്നും പെടുത്തിയിട്ടില്ല. നമുക്ക് ക്രോം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ എക്സോസ്റ്റിൻ്റെ ടിപ്പൊക്കെ കുറച്ചും കൂടെ ചെറുതായിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൽ നമ്മൾ മെയിൻ കാണാൻ പോണ വ്യത്യാസങ്ങൾ. പിന്നെ ഡുവൽ ചാനൽ ABS ആണ്. നിങ്ങൾക്ക് കാണാം ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ABS ഉണ്ട്. സ്വിച്ചബിൾ ഒന്നുമല്ല, നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് ABS അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആവില്ല. നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. നമുക്ക് എല്ലാ FI സിസ്റ്റമിൽ വന്ന പോലെ സൈഡ് സ്റ്റാൻഡ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയുള്ളൊരു ഫീച്ചറാണത്. പിന്നെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ വണ്ടി ചരിഞ്ഞാൽ ഈ FI വണ്ടികൾ എല്ലാം തന്നെ ഓഫാവും. അപ്പോൾ ആ ഒരു ഫീച്ചറും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്രോമിലുള്ള മെയിൻ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് സ്റ്റെൽത്ത് ബ്ലാക്കിലേക്ക് വരാം. സ്റ്റെൽത്ത് ബ്ലാക്കിൽ മെയിൻ ഫീച്ചേഴ്സ് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും വ്യത്യാസം എന്ന് വെച്ചാൽ അലോയ് വീൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അലോയ് വീൽ എന്നൊക്കെ പറയുമ്പോൾ തണ്ടർബേർഡ് Xലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പ് അലോയ് വീലാണ് വിത്ത് ഒരു റെഡ് ലൈൻസും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്യൂബ്ലെസ് ടയേഴ്സാണ്. അത് ഒരു പോസിറ്റീവ് സൈഡിൽ നിന്ന് വേണേൽ പറയാം. ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പഞ്ചറൊക്കെ ആയാൽ ഇത്തിരിയും കൂടെ ഈസി ആയിരിക്കും നമുക്ക് പഞ്ചറൊക്കെ ഒട്ടിക്കാൻ. സ്റ്റെൽത്ത് ബ്ലാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റുവട്ടം കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്നൊക്കെ സെയിം ലുക്ക് തന്നെ, സെയിം ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, അവിടെ ABS എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സൈഡിൽ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക് പെഡലായാലും ബാക്കിൽ ഇതിന് ഡിസ്ക് തന്നെ. അപ്പോൾ ഇതാണ് ക്രോം ആൻഡ് സ്റ്റെൽത്ത് ബ്ലാക്ക്. നെക്സ്റ്റ് ഞാൻ ഇനി മീറ്റർ സൈഡ് കാണിച്ചു തരാം. അവിടെ നമുക്കൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെ വന്നേക്കുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇതാണ്. നമുക്കിനി ഫ്യൂൽ ഇൻഡിക്കേഷൻ ഉണ്ട്, എൻജിൻ്റെ ഉണ്ട്, പിന്നെ ABS സെൻസറും ഉണ്ട്. കണ്ടോ, ഇനി മുതൽ നമുക്ക് 350ക്കും ഇങ്ങനെ 3 സെൻസർ അവൈലബിൾ ആവുന്നതായിരിക്കും. ബാക്കി മീറ്ററിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് ഇനി ഓടിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓടിക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടി ഓടിക്കാം. അല്ലേ? അപ്പോൾ വണ്ടി കയറിയിരിക്കുമ്പോൾ നമുക്ക് വലിയ വെയിറ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പഴയ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസങ്ങളും ഇല്ല, എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ വണ്ടിയുടെ സ്മൂത്ത്നെസ്, ആ ഒരു FI സിസ്റ്റത്തിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ആ ആക്സിലേറ്ററിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. നമുക്ക് ഭയങ്കര റെസ്പോൺസീവും കൂടെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ആക്സിലേറ്റർ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്മൂത്ത്നെസ്സും ഫീൽ ചെയ്യും. അത്യാവശ്യം നമുക്ക് ആക്സിലേറ്റർ നല്ല സ്മൂത്തായിട്ടും തോന്നും. പെട്ടെന്നൊരു ആക്സിലേറ്റർ കൊടുത്ത് പെട്ടെന്നൊന്നും നമുക്ക് കയറി പോകണമെങ്കിലൊക്കെ നമുക്ക് ആ കാർബറേറ്ററിൻ്റെ ആ ഒരു മിസ്സിങ് ഉണ്ടായി. ഇത് ഇടയ്ക്ക് വന്നതാണ്, എപ്പോഴും ഉണ്ടാവില്ല. പഴയ 350ക്കൊക്കെ ചില സമയത്ത് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് കൈ കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കാർബറേറ്ററൊക്കെ ആണെങ്കിൽ ആ മിസ്സിങ് വരും. പക്ഷേ FI ആയതുകൊണ്ട് നമുക്ക് ഇത്തിരിയും കൂടെ സ്മൂത്ത്നെസ് കിട്ടും, ഇത്തിരിയും കൂടെ റിഫൈൻമെൻറ്റും നമുക്ക് ആക്സിലേറ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് കാരണം നമുക്ക് നല്ല ഒരു റെസ്പോൺസ് ഉണ്ട് വണ്ടിയിൽ നിന്ന്. ബാക്കി കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വൈബ്രേഷനിൽ കുറച്ച് കുറവേ ഞാൻ കാണുന്നുള്ളൂ. അത്ര അടിപൊളിയായിട്ട് വൈബ്രേഷൻ കുറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ കാർബിനേക്കാളും ഇത്തിരിയും കൂടെ സ്മൂത്തറാണ്. 80-90s കാർബ് ഓടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്മൂത്തറാണ് വണ്ടി. അത് നല്ല കാര്യമാണ്. 90 ഒക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഒരു വൈബ്രേഷൻ നമ്മുടെ ഹാൻഡിൽ ബാറിൽ നിന്ന് കിട്ടുന്നുണ്ട്.
അല്ലാണ്ട് അത്രയും ഒരു ഭാഗം നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക. അത്രയും പഴയ ആ ഒരു കാർബിൻ്റെ അത്രയും വൈബ്രേഷനൊന്നും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടില്ല. ബാക്കിയൊക്കെ സെയിം ആണ്. ABS ഉണ്ട്. ABSും അത്യാവശ്യം ഓക്കെ എന്നേ പറയുള്ളൂ. അത്ര അടിപൊളി ബ്രേക്കിംഗ് ഒന്നും ഞാൻ പറയില്ല. ബട്ട് ഓക്കെ ആണ്. ബ്രേക്കിങ്ങിന് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. സെയിം ഡിസ്ക് ബ്രേക്സും സെയിം കാര്യങ്ങളൊക്കെയാണ് ഇതിലും അവൈലബിൾ ആക്കിയേക്കണം. അപ്പോൾ അതിലും നമുക്ക് വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിട്ടൊന്നും തോന്നില്ല. മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ വേരിയേഷൻസും പുതിയ കളറും ക്രോം 350 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ക്ലാസിക് 500 നിർത്തി. ക്ലാസിക് 500 ക്രോം വേരിയൻറ്റ് നിർത്തി. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ക്ലാസിക് 350ലാണ് ക്രോം വേരിയൻറ്റ്. നല്ലൊരു കാര്യമാണ്. കാര്യം കുറേ പേര് ക്രോം ആഗ്രഹിച്ച ഒരു കളറാണ് ക്ലാസിക് 500ൽ. അത് 350ൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ വിലയും നമുക്ക് കുറച്ച് കുറവുണ്ടാവും. ഗിയർ ബോക്സൊക്കെ സെയിം അത്യാവശ്യം നല്ല സ്മൂത്താണ്. നമ്മൾ കറക്റ്റ് ഒരു RPM വെച്ച് ഗിയറൊക്കെ ഇടുവാണെങ്കിൽ വണ്ടിയുടെ ഗിയർ ബോക്സൊക്കെ അത്യാവശ്യം സ്മൂത്താണ്. പിന്നെ നമ്മൾ കറക്റ്റ് ചെയിൻ ടൈറ്റിങ്ങും കറക്റ്റ് ലൂബ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത്രയും കൂടെ സ്മൂത്ത്നെസ് ഗിയർ ബോക്സിൽ നിന്ന് ഫീൽ ചെയ്യും. റോയൽ എൻഫീൽഡ് വണ്ടി ഇറക്കുമ്പോൾ എല്ലാവരും റോയൽ എൻഫീൽഡ് ഇതാണ് പുച്ഛിക്കും. റോയൽ എൻഫീൽഡിന് പറ്റാഞ്ഞിട്ടൊന്നുമില്ല. റോയൽ എൻഫീൽഡ് 650 നല്ലൊരു വണ്ടിയല്ലേ. ബാക്കിയുള്ള റോയൽ എൻഫീൽഡ് വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പറ്റും. ബട്ട് റോയൽ എൻഫീൽഡ് എന്ന് വെച്ചാൽ ആ റോ പവർ ആൻഡ് ആ ഒരു ഇത് ശരിക്കും നമ്മൾ ഒരു അതിൻ്റേതായിട്ടുള്ളൊരു മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കേണ്ട ഒരു വണ്ടിയാണ്. നമ്മൾ ഈ സാധാരണ ബൈക്കുകൾ ഓടിക്കുന്ന പോലെ ഓടിക്കേണ്ട ഒരു വണ്ടിയല്ല റോയൽ എൻഫീൽഡ് എന്ന് വെച്ചാൽ. ആ ഓൾഡ് ജനറേഷൻ, ആ ഒരു ഓൾഡ് റോ പവറും ആ ഒരു കുറച്ച് വൈബ്രേഷനും അവരുടെ ആ ഒരു സ്റ്റൈലാണത്. അത് അവർ കീപ്പ് ചെയ്യും. അത് നമ്മളെത്ര കൊള്ളൂല എന്ന് പറഞ്ഞാലും വൈബ്രേഷൻ എന്ന് പറഞ്ഞാലും അതാണ് വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ 650 ട്വിൻസ്. അത് എന്ത് സ്മൂത്താണ് വണ്ടി ഈ വണ്ടിക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ റോയൽ എൻഫീൽഡിന് പറ്റും. ബട്ട് ഒരു വേറെ സെഗ്മെൻ്റ് ആയിട്ടാണ് അവരത് ബിൽഡ് ചെയ്യണത്. ഈ സെഗ്മെൻറ്റ് എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. ക്ലാസിക് 350s ആൻഡ് എല്ലാ 350 സെഗ്മെൻറ്റ് വണ്ടികളും എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. ക്ലാസിക് 350 ആയാലും 500 ആയാലും എല്ലാം ഏകദേശം ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വണ്ടി അവർ ബിൽഡ് ചെയ്യണത്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടി ട്രാഫിക്കിലൂടെ എടുത്തുകൊണ്ട് നടക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള മാറ്റങ്ങളോ അതിനുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെ എടുത്തു പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ FI ആണ്. നല്ല റെസ്പോൺസീവാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസും ഉണ്ട്. നല്ല രീതിയിൽ നമുക്ക് വണ്ടി കയറുന്നുമുണ്ട് അതനുസരിച്ച്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇനീഷ്യൽ പിക്കപ്പ് ഭയങ്കര സ്മൂത്തായി. അത് കൂടാണ്ട് ആ സ്മൂത്തായതിൻ്റെ കൂടെ ഇത് കുറച്ചും കൂടെ റെസ്പോൺസീവായി. പവർ അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ 19.8 bhp ആണ് അവർ പറയണത്. അത് 19.7 bhp ആയി. ടോർക്കൊക്കെ സെയിം തന്നെയാണ്. 28 Nm ടോർക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേക്കണം. അപ്പോൾ ടോർക്കിനൊന്നും വ്യത്യാസമൊന്നുമില്ല. പവർ ഫിഗേഴ്സൊക്കെ സെയിം തന്നെയാണ്. 60, 70, 80 ആണ് ഇതിൻ്റെ ക്രൂസിങ് സ്പീഡ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ആ ഒരു റേഞ്ചിൽ വൈബ്രേഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോവാം. അതിന് നമുക്കൊരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നില്ല. വണ്ടി 100 എത്താൻ കുറച്ച് സമയമെടുക്കും. ബട്ട് ഒരു 60, 70 അത്യാവശ്യം പെട്ടെന്ന് എത്തും വണ്ടി. 100 എത്താൻ കുറച്ച് നമ്മൾ വണ്ടീനെ ഇട്ടൊന്ന് വലിപ്പിക്കണ പോലെ തോന്നും. വൈബ്രേഷനൊക്കെ 100 എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ പിന്നെ പറയണ്ട. സസ്പെൻഷൻ ഓൾമോസ്റ്റ് സെയിം ഓൾഡ് സെറ്റപ്പ് തന്നെയാണ്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കും ബാക്കിൽ ഡുവൽ ഗ്യാസ് ചാർജ് സസ്പെൻഷനാണ്. അപ്പോൾ അതും അത്ര സ്മൂത്തൊന്നുമല്ല. ഞാൻ ഒരു നോർമൽ എന്ന് പറയുള്ളൂ. ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം സ്മൂത്താണ്. ബാക്ക് സസ്പെൻഷൻ കുറച്ച് ഹാർഡർ സൈഡിലേക്കാണ്. അത് പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ബാക്കിലത്തെ. പിന്നെ ഇതിൽ മെയിൻ സേഫ്റ്റി ഫീച്ചേഴ്സ് ആഡ് ആയിരിക്കണം. ഒന്ന് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ. അത് സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഗിയറിലിട്ടിട്ട്. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ വണ്ടി മറിയുമ്പോൾ ഓഫ് ആവണം. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ വണ്ടി മറിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഓട്ടത്തിൽ മറിഞ്ഞാൽ വണ്ടി ഓഫാവും. അപ്പോൾ അതും ഒരു നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഈ വണ്ടിയുടെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെൽത്ത് ബ്ലാക്ക് ആൻഡ് ക്രോം ഈ രണ്ട് വണ്ടിക്കും 2,12,500 രൂപയാണ് തന്നെ. അതാണ് ഈ വണ്ടിയുടെ റേറ്റ്. ഒരു ഗൺമെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്, നിങ്ങൾക്കറിയില്ല, എന്നൊരു സിൽവർ കളർ വേരിയൻറ്റ്. അതിനാണെങ്കിൽ നമുക്ക് 1,98,000 ആണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ഇതാണ് വണ്ടികളുടെ ഏറ്റവും ന്യൂവസ്റ്റ് പ്രൈസ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ക്ലാസിക് 350 BS6 വേരിയൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ആൻഡ് വാക്ക് അറൗണ്ട് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് വണ്ടി തന്നത് നമ്മുടെ urban Locomote ആലുവ ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിംഗ്സോ എൻക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവർ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ അതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കി അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഈ ഗ്രാമത്തെ ഞങ്ങളെ പോലീസ്
ഞങ്ങളവിടെ ഫോട്ടോ എടുത്തോണ്ട് ഈ പോലീസ് നമ്മുടെ സാറന്മാർ വന്നിട്ട് എന്താ ചെയ്യണമെന്നറിയാമോ? ഫോട്ടോ എടുക്കണോ? ഞങ്ങൾ എന്നെ ഇതായിപ്പോയി. സാറന്മാർ വന്നിട്ട് ഫോട്ടോ എടുത്ത് തരുമെന്നൊക്കെ പറഞ്ഞ് ഫുൾ ഫോട്ടോ എടുക്കില്ല. ഫോട്ടോ സെഷൻ വിത്ത് പോലീസ്. അടിപൊളി. എന്താ പോയേ? That was a Benelli 300.